എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉള്ള പ്രയോജനം എന്താണ്? പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വീണ്ടും റെഫർ ചെയ്യേണ്ടതും ഡിസ്കസ് ചെയ്യേണ്ടതുമായിട്ടുള്ള അറിവാണ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച്, നമ്മുടെ ചൈതന്യം, ബോധം, അതിനെക്കുറിച്ച് പറയാനായിട്ട്. അതും ജാഗ്രതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനങ്ങൾ? ഇതെല്ലാം ഈ വിഷയങ്ങൾ നമുക്ക് വളരെ ഗൗരവമുള്ള ആഴത്തിലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ മെഡിറ്റേഷൻ വഴി നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിന്തകളുടെ പിടി എപ്പോഴും ചിന്ത വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിവതും കഴിഞ്ഞ കാലത്തെക്കുറിച്ച്, വരാൻ പോകുന്നതിനെക്കുറിച്ച്, നാളെ നടക്കാൻ പോകുന്ന, ഇപ്പോൾ നടക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പിടുത്തത്തിൽ നിന്ന് വിട്ട് നമ്മുടെ ഉള്ളിലെ നമ്മൾ അകത്തോട്ട് നോക്കുകയാണ്, പുറത്തേക്ക് നോക്കുന്നതിന് പകരം നമ്മൾ അകത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ആഴത്തിലുള്ള നിശ്ചലത, ശാന്തത നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ മനസ്സ് നമുക്ക് വീണ്ടും നമ്മൾ ആഴത്തിലേക്ക് നോക്കുമ്പോൾ തിരമാലകൾ ഇല്ലാതായി ശാന്തമായി കിടക്കുന്ന സന്തുലിതമായൊരു സമുദ്രം പോലെ മനസ്സിന് നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് നോക്കുമ്പോൾ മനസ്സിന് നമ്മൾ ആ ബോധത്തിൻ്റെ ലെവല് നീലാകാശം പോലെ വളരെ വിസ്തൃതമായി നമ്മൾ ചിന്തകൾ വരുന്നത് ക്ലൗഡ് വന്നിങ്ങനെ മേഘങ്ങൾ വന്ന്, കാർമേഘങ്ങളോ വെളുത്ത മേഘങ്ങളോ വന്ന് കടന്നു പോകുന്ന പോലെയോ, ഇല്ലെങ്കിൽ പക്ഷികൾ ആകാശത്തിൻ്റെ ഒരു മൂലയിലൂടെ പറന്നു പോകുന്ന പോലെ നമുക്ക് ചിന്തകളെ കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനെ ജയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ശരീരത്തിൽ നമുക്ക് ലഘുവായിട്ട്, പിന്നെ അതുപോലെ തന്നെ ആഴത്തിലുള്ള വിശ്രമം നമുക്ക് തോന്നാനായിട്ട് പറ്റുന്നുണ്ടോ? ശരീരത്തെ നിയന്ത്രിച്ചാണ് നമ്മൾ വിശ്രമത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ അനക്കം, മൂവ്മെൻറ്റ്സ് നിൽക്കുമ്പോഴത്തേക്കാണ്, അതും ശ്വാസത്തിൻ്റെ ഇതും കൂടെ ഒന്നിച്ച് സിങ്ക് ആകുമ്പോഴാണ് നമുക്ക് മനസ്സിൽ. അപ്പോൾ നമ്മളെ ഏറ്റവും ഗൈഡ് ചെയ്യുന്നത് ശ്വാസമാണ്. അപ്പോൾ ശ്വാസത്തിൽ ഒബ്സർവ് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് പോകുന്ന തണുത്ത ശ്വാസത്തെയും പുറത്തേക്ക് വരുന്ന ചൂട് ശ്വാസത്തെയും നമുക്ക് സെൻസ് ചെയ്യാൻ എത്രമാത്രം പറ്റുന്നുണ്ട്, അത് മാത്രം നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് ശ്വാസം ആഴത്തിലാകുകയും ശരീരത്തിലൊരു ബാലൻസ് വരുത്തുകയും, അപ്പം കാരണമില്ലാത്ത ഒരു സന്തോഷം, ഒന്നും പറയാനില്ലാത്ത ഒരു ആന്തരികമായ സംതൃപ്തി അനുഭവപ്പെടുക, വികാരങ്ങൾ പൂർണ്ണമായി നിയന്ത്രിതമാകുക, നിയന്ത്രിച്ച് നമുക്ക് ഒഴുക്കാനായിട്ട് സംഭവിക്കുക. അപ്പം അവിടെ ഒരു സമയ സമ്മർദ്ദം ഇല്ലാതായി ഈ നിമിഷത്തിൽ, ഈ സെക്കൻഡിൽ, ഈ നിമിഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നമുക്ക് ബോധത്തെ കാണാൻ കഴിയുന്ന ഒരു നിശ്ചലത, സ്റ്റിൽനെസ്, ഒരു പീസ്, ഇങ്ങനെ നമുക്ക് ആ നിശ്ചലത വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ക്രിയേറ്റിവിറ്റി, നമ്മുടെ കഴിവ് 10 ഇരട്ടിയായിട്ട് നമുക്ക് എടുത്തു ചാടാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ ഫ്രീ വില്ലെന്ന് പറയുന്ന നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് ഈ സെക്കൻഡിൽ തന്നെ 100, 1000, 10,000 കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി ചാടി ഒരു രാജ്യത്തേക്ക് പോകാനായിട്ട്, നിങ്ങൾക്ക് ഉടനെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് പോകാം, ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കാം, നമുക്ക് സെൻസസിന് സുഖം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. തീരുമാനങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന തീരുമാനങ്ങളാണെങ്കിലും ശരി, ആയിരക്കണക്കിന് ചോയ്സ് ഇങ്ങനെ മുന്നിൽ നിൽക്കുക, ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഈ ചോയ്സിൽ നിലനിൽക്കുന്ന അവസ്ഥ. അപ്പോൾ ഈ ചോയ്സിൽ നമുക്ക് നിലനിൽക്കുന്ന അവസ്ഥയിൽ ഏത് ചോയ്സ് എടുക്കണം എന്ന് നമുക്ക് അതായത് നല്ല ചോയ്സ് എടുക്കുന്നവൻ രക്ഷപ്പെടും. 10,000 കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ചോയ്സസ് ഉണ്ട്, അതിൽ ബെസ്റ്റ് ചോയ്സ് എടുക്കുന്നവൻ രക്ഷപ്പെടും. ഈ ഇത്രയും ചോയ്സിൻ്റെ പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ് ആർക്ക് അളക്കാൻ പറ്റും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അളക്കാൻ പറ്റും. ഞാൻ ഏത് കോഴ്സ് ഓഫ് ആക്ഷനാണ് എടുക്കേണ്ടതെന്ന് നമ്മളോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിനെ ശാന്തമാക്കി ശൂന്യമാക്കിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇത് കിട്ടും. അതാണ് നമ്മുടെ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ ലോകത്തിലിപ്പം, പിന്നെ ഈ പറഞ്ഞ മാർക്ക് സക്കർബർഗ് ആണെങ്കിലും ശരി, സ്റ്റീവ് ജോബ്സ് ആണെങ്കിലും ശരി, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ലോകത്തിലെ ഏറ്റവും വലിയ CEO ആരൊക്കെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മെഡിറ്റേഷൻ നമുക്ക് മനസ്സിനെ ശൂന്യമാക്കിയിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പോൾ കോർ ഡംപിംഗ് എന്ന് വേണേൽ പറയാം, അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും വളരെ കൃത്യമായി നമുക്ക് ബെസ്റ്റ് ചോയ്സ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ മനസ്സിൻ്റെ അഹങ്കാര ബോധത്തെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്, അതുപോലെ പ്രതികരണത്തിന് മുമ്പുണ്ടാകുന്ന ഒരു ഇടവേള, ആ ശൂന്യത, പിന്നെ ശ്രദ്ധയും നമുക്ക് ഏകാഗ്രതയും വർദ്ധിപ്പിക്കാനായിട്ട്, അതായത് നമ്മുടെ അവയർനെസ് കൂട്ടാനായിട്ട്. അപ്പോൾ മാനസിക ശബ്ദവും ചിന്തകളുടെ തിരക്ക് നമ്മൾ കുറയ്ക്കുക. ഇപ്പോൾ ഈ ഇൻഫർമേഷൻ ഓവർലോഡാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പോൾ സ്വാഭാവികമായ വ്യക്തത,
തീരുമാനങ്ങളുടെ ശേഷിയും വർദ്ധിപ്പിക്കുക, ഭയം, ആശങ്ക ഇതൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റുക, നമുക്ക് സമാധാനം, കൂടുതൽ പീസ് നമ്മളിലേക്ക് കിട്ടുക, ബന്ധങ്ങളിൽ ലാളിത്യം വരിക, സത്യസന്ധത വളരുക, അതുപോലെ തന്നെ നമുക്കൊന്നിനെയും ഭയമില്ലാതാകുക, പ്രവർത്തനങ്ങളിൽ സമ്മർദ്ദം കുറയ്ക്കുക, ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുക, ജീവിതം മുഴുവനും എല്ലാ സമയവും ധ്യാനത്തിൻ്റെ ഒരു നിലയിലേക്ക് നമുക്ക് മാറ്റുക. ബോധം എല്ലാത്തിൻ്റെ അടിസ്ഥാനമായിട്ട്, ഇപ്പം നമ്മുടെ ബോധത്തിൻ്റെ യഥാർത്ഥം പറയുകയാണെങ്കിൽ നമ്മൾ ശൂന്യാകാശം പോലെയോ കടൽ പോലെയോ ഇല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലെ സ്ക്രീൻ പോലെയാണ്. അപ്പോൾ അടിയും വെടിയും കൊട്ടും എല്ലാം അവിടെ വന്നു പോകുന്നു, പക്ഷേ സ്ക്രീനൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മുടെ ബോധം അങ്ങനെ ആയിരിക്കണം, എല്ലാത്തിനും അടിസ്ഥാനത്തിലായിട്ടുള്ള ഒരു തിരിച്ചറിവ്, ശാന്തതയും ഒരു പൂർണ്ണതയും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് കോൺഷ്യസ്നസ്, എന്താണ് അവെയർനെസ്? ഞാൻ ഇപ്പോൾ പറഞ്ഞു, മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് ആരോഗ്യത്തെ ഒരുപാട് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന തീവ്രമായിട്ടുള്ള രോഗങ്ങളെ നമുക്ക് ശമിപ്പിക്കാനായിട്ട്, സൈക്കോസൊമാറ്റിക് ഡിസീസസിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാനായിട്ട്, ഏതാണ്ട് 200ഓളം രോഗങ്ങളിലും നമുക്ക് പുറത്തു വരാനായിട്ട് അത്രയും വലിയ ഔഷധമാണ് നമ്മുടെ ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ മെഡിറ്റേഷനകത്തുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് കോൺഷ്യസ്നസ്, നമ്മുടെ മൈൻഡിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. അപ്പോൾ ബോഡി, മൈൻഡ്, ഇമോഷൻസ്, അതിനെ അപ്പുറത്തേക്കാണ് നമ്മളുടെ കോൺഷ്യസ്നസ്. ആ കോൺഷ്യസ്നകത്ത് വരുമ്പോൾ 2 കാര്യമുണ്ട്, കോൺഷ്യസ്നസ് ആൻഡ് അവെയർനെസ്. അപ്പോൾ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലമാണ്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ, ആ വീട്ടിനെക്കുറിച്ചുള്ള എല്ലാം മൊത്തമായിട്ടുള്ള അറിവാണ് നമുക്ക് കോൺഷ്യസ്നസ്. പക്ഷെ ആ ഒരു മുറിക്കകത്ത് മാത്രമേ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുള്ളൂ, ആ മുറിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം കാണുന്നു. അതാണ് നമ്മളുടെ അവെയർനെസ്, ജാഗ്രത. ആ സ്ഥലത്തിൽ മാത്രമുള്ള ശ്രദ്ധയാണ്. അപ്പോൾ ചൈതന്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്, സ്ഥലം, അതെല്ലാം. അപ്പോൾ ആ വീടിൻ്റെ അപ്പോൾ ആ വീട്ടിൽ നിങ്ങളെല്ലാം കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയാണ്. എന്തോ ഒരു സൗണ്ട് കേട്ട് നിങ്ങൾ ഞെട്ടി ഉണർന്നു. നിങ്ങളപ്പം ടോർച്ചും എടുത്തുകൊണ്ട് നിങ്ങൾ അടുത്ത മുറിയിലോട്ട് പോയി. അടുത്ത മുറിയിൽ സൗണ്ട് കേട്ട ഭാഗമാണോ എന്ന് അന്വേഷിക്കാനായിട്ട് അടിച്ചു നോക്കി. ബാക്കി 4 മുറികളിൽ ഇരുട്ടാണ്, പക്ഷേ ഈ മുറികളിൽ മാത്രം പ്രകാശമുണ്ട്. ആ പ്രകാശത്ത്, അപ്പോൾ 4 മുറികളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉള്ളിലെ ബോധമാണ് നമ്മൾ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ ലൈറ്റ് അടിച്ചു നോക്കി ആ മുറിയിലുള്ളത്, അത് മാത്രമാണ് അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈതന്യം വീട് മുഴുവൻ നിലനിൽക്കുന്നത് ടോർച്ച് അടിച്ച് നോക്കിയ ഭാഗം മാത്രമാണ് അവെയർനെസ്. അപ്പോൾ വീടിൻ്റെ എല്ലാം നമ്മൾ നിലനിൽക്കാൻ ആ സ്ഥാനത്ത് നമുക്ക് ചൈതന്യം വേണം. പക്ഷെ ഇപ്പോൾ കാണുന്നതാണ് നമ്മൾ ജാഗ്രത. സിനിമ കാണുമ്പോൾ നമ്മൾ സ്ക്രീനും സിനിമകളും ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ നായകനിലേക്ക് മാത്രം ശ്രദ്ധിക്കുമ്പോൾ ആ നായകനിലേക്ക് നമുക്ക് ജാഗ്രത ഉണ്ടാകുന്നു. ഒരേ സമയം പല സീനുകൾ വരുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മൾ നായകനിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്നു, അയാളുടെ ചെറിയ ചലനങ്ങൾ പോലും ശ്രദ്ധിക്കുന്നു. അപ്പം മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും നമുക്ക് ചൈതന്യത്തിലുണ്ടാകുന്നു. ഇപ്പോൾ നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുന്ന, ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ചിന്ത മാത്രമാണ് നമുക്ക് ജാഗ്രതയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ചിന്തകളുടെ ഉറവിടം, വാട്ട് ഈസ് എ സോഴ്സ് ഓഫ് തോട്ട്? ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്കൊരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്നു, ഫിയർ എൻ്റെ തോട്ടിൽ വരുന്നു, അരക്ഷിതാവസ്ഥ വരുന്നു, ഭയം വരുന്നു, തോട്ടിൽ വരുന്നു. അവിടെ നമ്മൾ തോട്ടിനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. തോട്ടിലല്ല അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളർന്നുകൊണ്ടിരിക്കുന്നത് കോൺഷ്യസ്നസ്സിലാണ്, ബോധത്തിലാണ്. ബോധത്തിൽ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ തോട്ടിനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പം ബോധത്തെ എപ്പോൾ മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ തോട്ട്. അപ്പം ചില ആൾക്കാരുടെ ഈ അവെയർനെസ് എന്ന് പറയുന്നത് നമുക്കൊരു നെല്ലിക്കയുടെ വലിപ്പമായിരിക്കും, അവൻ്റെ കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. ചില ആൾക്കാർക്ക് ഒരു ഓറഞ്ചിൻ്റെ വലിപ്പമുള്ള മനസ്സായിരിക്കും, അവെയർനെസ് ആയിരിക്കും. ചില ആൾക്കാർക്ക് പൊതിക്കാത്ത തേങ്ങയുടെ, ചില ആൾക്കാർക്ക് തണ്ണിമത്തൻ്റെ വലിപ്പം കാണും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ വലുതായിരിക്കും, ഒരു വീടിൻ്റെ വലിപ്പമുള്ള ബോധമായിരിക്കും. ചില ആൾക്കാർക്ക് ഒരു പഞ്ചായത്തിൻ്റെ വലിപ്പമുള്ള ബോധമായിരിക്കും. ചിലപ്പോൾ ഒരാൾക്കൊരു സ്റ്റേറ്റിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെ വലിപ്പമുള്ള ബോധമായിരിക്കും. ഇങ്ങനെ ഈ ബോധത്തിൻ്റെ ലെവൽ നമുക്ക് ആൾക്കാരില്ല, അല്ലെങ്കിൽ ഇത് വളരെ മാറുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വിഷമസ്ഥിതികളും പ്രശ്നങ്ങളും മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെല്ലിക്ക വലിപ്പത്തിലുള്ള ബോധം, ഇല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് വലിപ്പത്തിലുള്ള ബോധത്തിൽ നിന്നും ബോധത്തെ വലുതാക്കേണ്ടതുണ്ട്. അതിന് ഏറ്റവും വലിയ ടൂൾ നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ്. അപ്പോൾ വിഷമം പോലുള്ള കാര്യങ്ങൾ ചിന്തയിൽ കുടുങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ കറപ്പുകൾ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ ഇത് വളരെ നെല്ലിക്ക പോലെ ചെറുതാകുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ചുറ്റുപാടുകളെല്ലാം നമുക്കറിയാം, അത് നമ്മളുടെ കോൺഷ്യസ്നസ് ആണ്. പക്ഷെ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്യുന്ന വാട്സപ്പ് മെസ്സേജ് മാത്രമാണ്, അതിലാണ് നമ്മളെ ജാഗ്രത ഇരിക്കുന്നത്, അത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ,
അപ്പോൾ അത് ആ സമയത്ത് ഒരാൾ വിളിച്ചാലും നമ്മൾ കേൾക്കാതെ പോകും. കാരണം ഒന്നിലേക്ക് മാത്രം നമ്മൾ ജാഗ്രതയിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മൾ സംഗീതം കേൾക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ശബ്ദം എല്ലാം കേൾക്കും. പക്ഷെ നമ്മൾ അതിൻ്റെ സംഗീത ലയം മാത്രമാണ്, ആ വാദ്യത്തിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ. അത് ജാഗ്രതയാണ്. മറ്റ് ശബ്ദങ്ങളുണ്ടെങ്കിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, യു വിൽ ലിസൺ വാട്ട് യു ആർ സെർച്ചിങ് ഫോർ. വാഹനം ഓടിക്കുമ്പോൾ പരിസരം മുഴുവനും കാണുന്നുണ്ട്, മുന്നേ അകലെ പോകുന്ന വാഹനങ്ങളെല്ലാം കാണുന്നുണ്ട്. പക്ഷെ മുന്നിലുള്ളൊരു വാഹനം, അപ്പോൾ അത് ഹോൺ അടിക്കുകയോ അത് തിരിയുകയോ പുറകിലുള്ളൊരു വാഹനമായിരിക്കും നമ്മൾ ജാഗ്രതയിൽ വരുന്നത്. അപ്പം ഇതനുസരിച്ചാണ് നമ്മൾ ഈ സംസാരത്തിലും ജാഗ്രതയും ചൈതന്യവും നമുക്ക് വർക്ക് ചെയ്യുന്നത്. മറ്റുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട്, ജാഗ്രതയിൽ നമ്മൾ ഒന്നോ രണ്ടോ ശബ്ദം മാത്രം. അപ്പോൾ നമുക്ക് കോപം വരുമ്പോൾ ശരീരവും ചിന്തകളും നമുക്ക് അതെല്ലാം ചൈതന്യത്തിൽ പോകും. ഒന്നോ രണ്ടോ കാര്യം മാത്രം നമ്മൾ ജാഗ്രതയിലേക്ക് പോകും, ഏതാണോ നമ്മൾ കോപം വരുത്തിയ. ഓക്കെ, അപ്പോൾ നല്ല കാര്യങ്ങൾ കാണാനുള്ള കഴിവ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈൻഡിനെ ട്യൂൺ ചെയ്ത് വെച്ചാലാണ്. സമ്പത്തിനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റി സിസ്റ്റം ട്യൂൺ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ജാഗ്രതകൾ അത് കാണത്തുള്ളൂ. കോപത്തിൽ നിറഞ്ഞിരുന്നാൽ കാണത്തില്ല. അപ്പോൾ ധ്യാനത്തിൽ നമ്മൾ ശ്വാസം, ശരീരം, ശബ്ദം, അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ചൈതന്യത്തിൽ നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. ജാഗ്രതയിൽ വരുമ്പോഴാണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണുക. ഓക്കെ, അപ്പം ജാഗ്രതയെ നിയന്ത്രിക്കാൻ മനസ്സ് നമുക്ക് ശക്തമാകുന്നത് അത് നമുക്ക് ഈ മെഡിറ്റേഷൻ കൊണ്ട് ആദ്യമേ കിട്ടും. എന്ത് നമുക്ക് ജാഗ്രതയെ കൊണ്ടുപോകണം, എന്ത് കൊണ്ടുപോകണ്ട, എന്ത് ചോയ്സ് എടുക്കണം. അപ്പോൾ ഉറക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാക്കി നമുക്ക് ചൈതന്യമുണ്ട്. ചൈതന്യം നിലനിൽക്കും. ഉറങ്ങിക്കിടക്കുമ്പോഴും ശക്തമായ ജാഗ്രത നമുക്ക് പുലരുന്നുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ചൈതന്യം എല്ലാം ഉൾക്കൊള്ളുന്ന മേഖലയാണ്. ജാഗ്രത നമ്മൾ അതിലിപ്പോൾ കാണുന്ന മേഖല മാത്രമാണ്, ചെറിയ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ ഇമോഷൻസ് വരുന്നതും ശരീരത്തിനെ കുറിച്ചുള്ള ഓർമ്മയും ചിന്ത വരുന്നതും എല്ലാം. ഒരേ സമയം നമുക്കെല്ലാം അറിയാൻ കഴിയാത്തത് ജാഗ്രതയുള്ളത് മാത്രം നമ്മൾ കാണുന്നു. എല്ലാം നമുക്ക് നിലകളിൽ നിൽക്കുന്നു, ചൈതന്യത്തിൽ നിൽക്കുന്നു വ്യാപകമായിട്ട്. അത് ചൈതന്യമാണ്, വിശാലമാണ്. പക്ഷെ ജാഗ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആകാശത്തിൽ പറക്കുന്ന പക്ഷികളെ മാത്രം നമ്മൾ കാണുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് മാത്രം. പക്ഷി എവിടെ ആയാലും ആകാശമുണ്ടെന്നോ ബോധവും ആകാശത്തിൻ്റെ ബോധത്തിൽ നമ്മൾ നിൽക്കുന്നതാണ് മനസ്സിൻ്റെ ചൈതന്യം അഥവാ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചൈതന്യമാണെങ്കിൽ നിങ്ങളുടെ അനുഭവത്തിനെല്ലാം കഴിയും. നിങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഏതിനെ ജാഗ്രതയിലേക്ക് വിടണം, ഏതിനെ ജാഗ്രതയിലേക്ക് വിടണ്ട എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട്. അപ്പം ജാഗ്രത എന്താണ് അഥവാ അവയർനെസ് എന്താണ്, കോൺഷ്യസ്നസ് എന്നാന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിനകത്ത് നമ്മൾ ഈ കോൺഷ്യസ്നസ് മനസ്സിലാക്കാനും ജാഗ്രത മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ജാഗ്രതയിൽ വിട്ട്, അപ്പം ജാഗ്രത നമ്മുടെ മനസ്സിൻ്റെ ആവശ്യം അനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള ഈ ഒരു കഴിവാണ്. ഇത് നമുക്ക് വായിക്കുന്ന പുസ്തകങ്ങൾക്കൊക്കെ അപ്പുറത്തേക്കാണ്. എല്ലാ പുസ്തകങ്ങളുടെയും ഉള്ളടക്കം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം നമുക്കറിയത്തില്ലാത്ത ഭാഷകളിൽ പോലുള്ള ഉള്ളടക്കങ്ങളെല്ലാം നമുക്കുണ്ട്. ഏത് നോളജ് നമുക്ക് കണ്ടെത്താവുന്ന. അപ്പം നമ്മുടെ ഈ പലപ്പോഴും നമ്മൾ ഈ ബോധവും ജാഗ്രതയും തമ്മിലുള്ള പ്രവർത്തനം പലപ്പോഴും നമ്മൾ ഈ ലൂസിഡ് ഡ്രീമിങ്ങിനകത്ത് നമ്മൾ കാണുന്നത് ജാഗ്രത തിരഞ്ഞെടുക്കുകയാണ്. എല്ലാം അവിടെ കടന്നു പോകുന്നു, പക്ഷെ നമ്മൾ ജാഗ്രത വെച്ച് നമുക്ക് വേണ്ട ചോയ്സ് മാത്രം. അപ്പോൾ ജാഗ്രത തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ കോൺഷ്യസ്നസ്സിനകത്ത് എല്ലാ വാല്യൂസും ഉണ്ട്. ഈ നിമിഷത്തിൽ ഏതാണോ ഏറ്റവും പ്രയോജനം, എല്ലാവർക്കും ഏറ്റവും പ്രയോജനം, ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ളതിലേക്ക് നമ്മൾ ജാഗ്രത കൊടുക്കുന്ന ഒരു അവസ്ഥ അനുസരിച്ച് മനസ്സിനൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് പല വിധത്തിലുള്ള മെഡിറ്റേഷൻസ് ആണുള്ളത്. അപ്പം മെഡിറ്റേഷൻസ് നമുക്ക് 10-90 ദിവസത്തേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന മെഡിറ്റേഷൻസ് മനസ്സിനെ എല്ലാ ദിവസവും രാവിലെ വാക്യത്തിൽ കൊണ്ടുവന്ന് ശൂന്യമാക്കി നിശ്ചലതയെ കൊണ്ടുവന്നിട്ട് മനസ്സിൻ്റെ ശക്തി 10 ഇരട്ടിയോ 100 ഇരട്ടിയാക്കി വളർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ ദിവസത്തിൻ്റെ ചോയ്സസുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് നമുക്ക് വരാനായിട്ട് ഇതൊരു വലിയ ലോകത്തിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും വലിയ. അപ്പോൾ 10 കോടി രൂപയാണോ വലുത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും മനസ്സിനെ നിയന്ത്രിക്കാനായിട്ടുള്ള ഈ കഴിവ് തന്നെയാണ്. ഈ കഴിവ് ഉണ്ടാക്കാൻ കഴിയട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം. അതിനുശേഷമാണെങ്കിലും ഈ മെഡിറ്റേഷൻ്റെ കാലഘട്ടം കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സഹായിക്കുന്ന ലേണിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ കാണും. എക്സ്പ്ലനേഷന് ശേഷം നിങ്ങൾ അതിൽ തന്നെ വെച്ചുകൊണ്ട് രാവിലെ നിങ്ങൾക്ക് മൊബൈലിൽ നിന്നും മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ഗ്ലോബലി വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും ഭയങ്കര ഹൈ ക്വാളിറ്റിയോടുകൂടി റിലീജിയൻ എല്ലാം അതീതമായി നമ്മളൊരു പൂർണ്ണമായിട്ടും ശാസ്ത്രം ഉൾക്കൊള്ളുന്ന
ഒരു രീതിയിൽ എല്ലാ രോഗങ്ങളും ഹീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മനസ്സിനെ വിപുലമാക്കാൻ പറ്റുന്ന ഈ ഒരു രീതി നിങ്ങൾ അനുഭവിക്കാനായിട്ട് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ കൂടെ ഇത് അയച്ചു കൊടുത്ത് അവരെ കൂടെ ഈ ഒരു മാർഗത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്ന നിങ്ങളുടെ ഒരു പുണ്യമായിരിക്കും എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്പീൽ ചെയ്യുന്നു. ഓൾ ദ ബെസ്റ്റ്.